നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് അവർക്കും സ്വാഗതം. നമ്മുടെ ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസിൻ്റെ 16ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. തിയാഗോ സിൽവ 40 വയസ്സായി. സെപ്റ്റംബർ മാസത്തിൽ 41 വയസ്സാവും. അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോൾ 42 വയസ്സിനോട് അടുത്തായിട്ടുണ്ടാവും. ആ തിയാഗോ സിൽവ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഒരു സ്ഥാനം അർഹിക്കുന്നില്ലേ? ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. തീർച്ചയായിട്ടും ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസാണ് ക്ലബ്ബ് വേൾഡ് കപ്പിൽ അദ്ദേഹം നടത്തിയത്. ബ്ലിച്ചർ റിപ്പോർട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഇന്നിട്ട് പോസ്റ്റ് നോക്കുക. ഇറ്റ്സ് ഓവർ ബട്ട് 40-year-old തിയാഗോ സിൽവ വാസ് ഇമ്മെൻസ് അറ്റ് ദി ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കാര്യങ്ങൾ അവസാനിച്ചു. ഫ്ലുമിനൻസിൻ്റെ യാത്ര അവസാനിച്ചു. പക്ഷേ 40-കാരനായിട്ടുള്ള തിയാഗോ സിൽവ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇമ്മെൻസ് പെർഫോമൻസാണ് നടത്തിയത്. വളരെ മാസീവായിട്ടുള്ള പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് വന്നു. ആ 40-കാരനെ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഒരു കളിക്കാരനും ഡ്രിബിൾ പാസ് ചെയ്തില്ല. അദ്ദേഹത്തെ മറികടന്ന് പോകാൻ ഒരു കൊടികെട്ടിയ ഫോർവേഡിനും കഴിഞ്ഞില്ല. അതാണ് ഡ്രിബിൾ പാസ് ചെയ്ത് പോകാൻ. ചോദ്യം, ബ്രസീലിൻ്റെ ദേശീയ ടീമിലേക്ക് തിയാഗോ സിൽവ സ്ഥാനം അർഹിക്കുന്നില്ലേ എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ ബ്രസീലിന് വേണ്ടി ചരിത്രത്തിൽ ഒരുപാട് മത്സരങ്ങൾ കളിച്ച തിയാഗോ സിൽവ 113 അന്താരാഷ്ട്ര മത്സരങ്ങൾ 2008 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിലായിട്ട് 113 അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ആ പഴയകാല പെരുമയുടെ ബലത്തിലല്ല അദ്ദേഹം അടുത്ത വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ സ്ഥാനം അർഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോഴത്തെ പ്രകടനത്തിൻ്റെ ബലത്തിലാണ്. സ്റ്റിൽ അദ്ദേഹം ലോകത്തെ ഏറ്റവും മികച്ച സെൻറ്റർ ബാക്കുമാരിൽ ഒരാളാണ് എന്ന് ലോകോത്തര ഫോർവേഡുമാരെ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് തെളിയിക്കുകയുണ്ടായി. കൃത്യമായി നമ്മൾ പറഞ്ഞാൽ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ കണക്ക് നോക്കുക. 5 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചത്. 92% അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആക്യുറസി എന്ന് പറഞ്ഞാൽ 252 പാസുകൾ കൊടുത്ത താരം 233 ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു. 78% ഡ്യുവൽസിലെ സക്സസ് റേറ്റ്, അതായത് 23 ഡ്യുവൽസിൽ 18 അദ്ദേഹം വിജയിച്ചു. 79% ഏരിയൽ ഡ്യുവലിലെ എഫിഷ്യൻസി. 24 ക്ലിയറൻസുകൾ അദ്ദേഹം നടത്തി. അതുപോലെ തന്നെ ഇൻ്റർസെപ്ഷനിലും അദ്ദേഹം മുന്നിൽ നിന്നു. ഒറ്റ തവണ പോലും ഒരു എതിരാളിയും അദ്ദേഹത്തെ ഡ്രിബിൾ പാസ് ചെയ്ത് കടന്നു പോയില്ല. ഇതൊക്കെ പറയുന്നത് ആരെക്കുറിച്ചാണ്? ഇതൊക്കെ നമ്മൾ പറയുന്നത് ഒരു 40-കാരനെ കുറിച്ചാണ്. ഇതാ 2 മാസം കഴിയുമ്പോൾ 41 വയസ്സിലേക്ക് കടക്കുന്നതാണ്. 40-കാരെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറയാറുണ്ടല്ലോ. അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു 40-കാരനാണ് തിയാഗോ സിൽവ എന്ന് പറഞ്ഞേ പറ്റൂ. തിയാഗോ സിൽവയെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു നിരീക്ഷണം റെനാറ്റോ ഗൗച്ച് നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് കളിക്കളത്തിൽ അദ്ദേഹം കാണിക്കുന്നുണ്ട്. ചെറിയ ഫിസിക്കൽ ഇഷ്യൂസും മറ്റുമൊക്കെ ഈ പ്രായമാണല്ലോ ഉണ്ടാകാം. പ്രത്യേകിച്ച് വേൾഡ് കപ്പ് പോലുള്ളൊരു ടൂർണമെൻറ്റ് വരുമ്പോൾ ഒറ്റ മാസത്തിൽ ഇപ്പോൾ ടീം ഫൈനൽ വരെ കളിക്കുകയാണെങ്കിൽ 7 കളികൾ കളിച്ച് വിജയിച്ച് പോകണം. പക്ഷേ ബ്രസീൽ അദ്ദേഹത്തെ പോലെ ഒരാളെ വളരെയധികം മിസ് ചെയ്യുന്നൊരു സമയമാണിത്. അദ്ദേഹം ഒരു ഗ്രേറ്റ് ലീഡറാണ്. ടെക്നിക്കലി ഇപ്പോഴും വെരി ഗുഡാണ്. അതുപോലെ തന്നെ ഹൈ ലെവൽ അറ്റാക്കേഴ്സിനോട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കാൾ മച്ച് യങ്ങറായിട്ടുള്ള ഹൈ ലെവൽ അറ്റാക്കേഴ്സിനോട് മികച്ച രൂപത്തിൽ അദ്ദേഹം ഡ്യുവൽസ് നടത്തി വിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിൽ സ്ഥാനം അർഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഇത് നോക്കുക, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഹീ ഈസ് എ ലീഡർ ആൻഡ് എ കോച്ച് ഓൺ ദി ഫീൽഡ്. കളിക്കളത്തിൽ അദ്ദേഹം കോച്ചാണ് എന്ന് പറഞ്ഞാൽ കളിയെ നിരീക്ഷിച്ച് തൻ്റെ സഹതാരങ്ങളോട് ടാക്ടിക്സ് പറഞ്ഞു കൊടുത്ത് കളിപ്പിക്കാൻ കെൽപ്പുള്ളയാളാണ്. അദ്ദേഹം കളിക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമാണ്. അദ്ദേഹം ടീമിനെ ഇൻസൈഡ് ദി 4 ലൈൻസിൽ നിന്നുകൊണ്ട് നയിക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമാണ്. അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുന്നത് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് വെച്ച് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹി ഈസ് സ്റ്റിൽ എ ബ്രസീലിയൻ നാഷണൽ ടീം പ്ലെയർ. ദാറ്റ്സ് മൈ ഹംബിൾ ഒപ്പീനിയൻ എന്നാണ് റെനാറ്റോ ഗൗച്ച് പറഞ്ഞത്. ഇപ്പോഴും ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് സ്ഥാനം ഉറപ്പാക്കാൻ പറ്റിയ ഒരു പ്ലെയറാണ് തിയാഗോ സിൽവ. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ലേ, ഹീ ഈസ് എ ലീഡർ ആൻഡ് കോച്ച് ഓൺ ദി ഫീൽഡ് എന്ന് പറഞ്ഞത്.
അത് ഫ്ലുമിനൻസിൻ്റെ ക്ലബ് വേൾഡ് കപ്പിലെ മത്സരത്തിൽ നമ്മൾ കൃത്യമായിട്ട് കണ്ടതല്ലേ. കോച്ചിനോട് ടാക്ടിക്സ് മാറ്റാൻ പറയുന്ന തിയാഗോ സിൽവ, കോച്ച് അത് കേട്ട് അത് പരിഗണിച്ച് അത് നടപ്പാക്കുന്നത് നമ്മൾ കണ്ടു. അത്തരത്തിലുള്ള കളിക്കാരെ കൂടിയാണ് ടീമിന് വേണ്ടത്. ഒരു വലിയ ടൂർണമെൻറ്റ് കളിക്കാൻ പോകുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള, അതനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കെൽപ്പുള്ള, യുവതാരങ്ങൾക്ക് വഴികാട്ടിയാവാൻ പറ്റുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരാൾ ബ്രസീൽ ടീമിന് അങ്ങനെ ഒരാൾ വേണം. അത് പക്ഷേ അങ്ങനെ പ്രായമുള്ള ഒരാൾ വേണമെന്നുള്ളത് കൊണ്ടല്ല, സ്റ്റിൽ മികച്ച പെർഫോമൻസ് നടത്തുന്നത് കൊണ്ട് കൂടിയാണ് അദ്ദേഹത്തെ പരിഗണിക്കണം എന്ന് ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകർ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ഗ്ലോബോയുടെയൊക്കെ ജേർണലിസ്റ്റ് അക്കാര്യം എടുത്ത് പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തെ പോലുള്ളൊരു താരത്തെ ഇപ്പോഴും ബ്രസീലിന് ആവശ്യമുണ്ട് എന്ന് പറയുന്നു കാർലോസ് എഡ്വാർഡോ മൻസൂർ. അദ്ദേഹം പറയുന്നത് ഒരു സംശയവും വേണ്ട, ഇപ്പോഴും ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് സ്ഥാനം അർഹിക്കുന്ന കളിക്കാരനാണ് തിയാഗോ സിൽവ എന്ന്. ഇതാണ് മിക്ക ബ്രസീലിയൻ ഫുട്ബോൾ പണ്ഡിറ്റുകളുടെയും ഇപ്പോഴുള്ള നിരീക്ഷണം. തിയാഗോ സിൽവ കഴിഞ്ഞ 2022 ശേഷം ഒരിക്കൽ പോലും ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടില്ല. തിയാഗോ സിൽവയെ കാർലോ ആഞ്ചലോട്ടി പരിഗണിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തുകൊണ്ട് പരിഗണിക്കാതിരിക്കണം, അതൊരു ചോദ്യമാണല്ലോ. ബ്രസീലിന് അവൈലബിൾ ആയിട്ടുള്ള ഈ സെൻറ്റർ ബാക്കുമാരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു സ്ഥാനം അർഹിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം വരുന്നത്. ഇപ്പോൾ ഇക്കഡോറിനെതിരെയുള്ള മത്സരത്തിലും ഇപ്പം അതിനുശേഷമുള്ള കളിയിലും ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഈ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ, ഇൻ്റർനാഷണൽ ബ്രേക്കിലെ 2 മത്സരങ്ങളിൽ, ആ 2 മത്സരങ്ങളിലും മാർക്കിഞ്ഞോസിനോടൊപ്പം സെൻറ്റർ ബാക്ക് റോളിലുണ്ടായിരുന്നത് അലക്സാൻഡ്രോ റിബൈറോ, അതായത് അലക്സ് എന്ന് തന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ അലക്സ്. മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. എല്ലാവരുടെയും ശ്രദ്ധ അദ്ദേഹം പിടിച്ചു പറ്റുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും ഒരാൾക്കും ഒരു തർക്കവുമില്ല. അപ്പോൾ അലക്സ് പുതുതായിട്ട് സ്ഥാനം ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മാർക്കിഞ്ഞോസ് എന്തായാലും ഉണ്ടാവും. ഗബ്രിയേൽ മെഗല്ലസ് എന്തായാലും അടുത്ത വേൾഡ് കപ്പിന് പരിഗണിക്കപ്പെടുമെന്ന് പറയാം. പിന്നെ ഒറ്റ സ്ലോട്ടേ ഉള്ളൂ, അപ്പോൾ അതിന് വേറെ കുറേ അവകാശികൾ ആ സ്ഥാനം ഉന്നയിച്ചുകൊണ്ട് വരും. അവിടെയാണ് തിയാഗോ സിൽവക്ക് ഈ പ്രായം വെച്ചുകൊണ്ട് സ്ഥാനം നഷ്ടമായേക്കുമോ എന്നൊരു സംശയമുള്ളത്. പക്ഷേ ആഞ്ചലോട്ടിയെ പോലുള്ള ഒരാൾ ഈ ക്വാളിറ്റി കണ്ടില്ലെന്ന് നടിക്കില്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ അതിനു മുമ്പ് ഒരു പരീക്ഷണം ഒരിക്കൽ കൂടി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നടത്താം. അതിനുള്ള സമയം ഇപ്പോൾ 1 വർഷക്കാലമാണുള്ളത്. എന്നാൽ പോലും ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത 2 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ, സെപ്റ്റംബർ 5 ചിലിക്കെതിരെ, സെപ്റ്റംബർ 10 ബൊളീവിയക്കെതിരെ, ഈ 2 മത്സരങ്ങൾ കൃത്യമായ പരീക്ഷണശാലകളാക്കി മാറ്റാവുന്നതാണ് കാർലോ ആഞ്ചലോട്ടിക്ക്. കാരണം ഓൾറെഡി ബ്രസീൽ അടുത്ത വേൾഡ് കപ്പിന് യോഗ്യത നേടിയതാണ്. സോ വരുന്ന 2 മത്സരങ്ങളുടെ റിസൾട്ടിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. വേൾഡ് കപ്പിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി തന്നെ കാണാവുന്ന 2 മത്സരങ്ങളാണ്. അതിനുശേഷം പിന്നെ ഒക്ടോബറിലും നവംബറിലും 2 വീതം മത്സരങ്ങളുണ്ടാവും, 4 മത്സരങ്ങൾ. അപ്പോൾ അങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് മാർച്ചിൽ 2 മത്സരങ്ങൾ കഴിഞ്ഞു. പിന്നെ വേൾഡ് കപ്പിനുള്ള ടീം പ്രഖ്യാപിക്കലും ജൂണിൽ സന്നാഹ മത്സരങ്ങളുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സെപ്റ്റംബറിലെ 2 മത്സരങ്ങൾ വേണമെങ്കിൽ തിയാഗോ സിൽവയ്ക്ക് അവസരം കൊടുത്ത് പരീക്ഷിക്കാവുന്നതാണ്. നിലവിലെ പെർഫോമൻസ് വെച്ച് അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഇപ്പോൾ നെയ്മർ പോലുള്ള താരമൊക്കെ മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ കംഫേർട്ട് കൊടുക്കാനും മറ്റുമൊക്കെ തിയാഗോ സിൽവയെ പോലുള്ളവരുടെ സാന്നിധ്യം സഹായിക്കും. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് കൊണ്ടുപോകാനും പറ്റും. എന്തായാലും ഇപ്പോൾ കാസമിറോയെ പോലുള്ളവരെയൊക്കെ കോച്ച് തിരികെ വിളിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അത് പക്ഷേ അദ്ദേഹത്തിന് കാർലോ ആഞ്ചലോട്ടിക്ക് കൃത്യമായി അറിയാവുന്ന പരിചയമുള്ള കളിക്കാരനാണ്. അതുപോലെ തന്നെ തിയാഗോ സിൽവയെയും അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി അത്ര നീക്കത്തിലേക്ക് അദ്ദേഹം കടക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇപ്പോഴും ഈ 40 വയസ്സിലും തിയാഗോ സിൽവയുടെ പ്രതിഭയ്ക്ക് ഒട്ടും മങ്ങലേറ്റിട്ടില്ല. ഒരു വല്ലാത്ത പ്രതിഭയാണ്. ഒരു പക്ഷേ 2014 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ബ്രസീൽ പരാജയപ്പെട്ടല്ലോ 7-1. അന്ന് നെയ്മറുടെ അസാന്നിധ്യം ശരി, ഡിഫൻസിൽ തിയാഗോ സിൽവയുടെ അസാന്നിധ്യം അത് വല്ലാതെ അവരെ പിടിച്ചുലച്ചിട്ടുണ്ട്. കളി കഴിഞ്ഞിട്ട് ആ ക്യാപ്പൊക്കെ ഇങ്ങനെ തലയിലിട്ടിട്ട് വന്നിട്ട് ഡേവിഡ് ലൂയിസിനെ ആശ്വസിപ്പിക്കുന്ന തിയാഗോ സിൽവയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അന്ന് കരഞ്ഞ് കലങ്ങിയ ആ കണ്ണ് ഒന്ന് തെളിഞ്ഞ് കാണാൻ 2026 വേൾഡ് കപ്പിൽ സാധിക്കുമെങ്കിൽ, ആ കപ്പൊന്നുയർത്താൻ പറ്റിയെങ്കിൽ
അത് വല്ലാത്തൊരു ട്രിബ്യൂട്ടായിരിക്കും തിയാഗോ സിൽവ ബ്രസീലിയൻ ഫുട്ബോളിന് അതിൻ്റെ ഡിഫൻസിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വെച്ച്. കാരണം പ്രശ്നകലുഷിതമായ ഘട്ടങ്ങളിലൊക്കെ ആടി ഉലയാത്ത മനസാന്നിധ്യത്തോടുകൂടി അദ്ദേഹം ടീമിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അതിന് കഴിയും, അദ്ദേഹത്തിന് ഈ പ്രായത്തിലും കഴിയും, ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ലാതെ നമുക്ക് പറയാം, തിയാഗോ സിൽവ അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീൽ ടീമിലൊരു സ്ഥാനം അർഹിക്കുന്നുണ്ട്. ആഞ്ചലോട്ടി പരിഗണിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളും വിശകലനങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.